ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. വീക്ക്ലി ടാസ്കിന്റെ അപ്ഡേറ്റ്സ്. അനീഷ് ഈ ഒരു ടാസ്കിൽ നിന്നും വളരെ നല്ല രീതിയിൽ കളിച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അനീഷ് ചെറിയ ബോട്ടിൽസ് ആണ് കളക്ട് ചെയ്തത് മൊത്തം. അതും പലരുടെയും കയ്യിൽ നിന്നുമാണ് അനീഷ് കളക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിൻ്റെതായിട്ട് 12-13 ബോട്ടിലുകൾ ഉണ്ടായിരുന്നു ക്വാളിറ്റി ചെക്കിങ്ങിനായിട്ട്. അപ്പൊ 7 മാംഗോ ജ്യൂസ് ബോട്ടിൽസ് ആണ് എന്റെ മാനം ആര്യൻ വെച്ചത്. എന്റെ മാങ്ങ എന്റെ മാനം എന്നൊക്കെ കുറെ തവണ പറയുന്നുണ്ടായിരുന്നു. ഷാനവാസിന്റെ കയ്യിൽ 4 ഓറഞ്ച് ജ്യൂസ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഇത്രയും കുറവ് വരാൻ ഒരു കാരണം അനീഷ് എല്ലാവരെയും ഹാർദമായ സ്വാഗതം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടാണ് അത്രയും ബോട്ടിൽസ് അനീഷ് വാങ്ങിച്ചെടുത്തത്. എന്നിട്ട് ഇത് ക്വാളിറ്റി ചെക്കിങ്ങിന് കൊണ്ടുപോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഓറഞ്ചും മാംഗോ ജ്യൂസും ഒക്കെ ഡാർക്ക് കളറാണ്. നാരങ്ങ ജ്യൂസിന് ആ കളർ ഒന്നും വരില്ല. വെള്ളത്തിനേക്കാൾ ഇത്രയും കൂടി ഒരു കളർ കാണും, അത്രേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസിനകത്തും മാംഗോ ജ്യൂസിനകത്തും ഒക്കെ മൂടി കിടന്നാലും അറിയാൻ പറ്റത്തില്ല. അതൊരു വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വാലിഡ് പോയിന്റ് ആണ് അനീഷ പറഞ്ഞത്. എന്നിട്ട് ഒരു കണ്ണിച്ചോരയും ഇല്ലാതെ, ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ അനീഷിനെ 3-4 എണ്ണം റിജക്റ്റ് ആക്കി വിടുന്നുണ്ട്. എനിക്കൊന്ന് എല്ലാം റിജക്റ്റ് ആക്കി വിടുന്നുണ്ടെന്ന് തോന്നുന്നു. അനീഷിന്റെ സംഹാര താണ്ഡവമായിരുന്നു പിന്നീട് നടന്നത്. കമ്പനി തളർത്താനല്ല വളർത്താനാണ് ക്വാളിറ്റി ചെക്കിങ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ തകർത്ത് വാരുന്നുണ്ട് കേട്ടോ. അക്ബർ പിന്നാലെ പോയി കൈ ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇത് പിന്നീട് അനീഷ് ചവിട്ടുന്നൊക്കെയുണ്ട് ചില ബോട്ടിൽസ് ഒക്കെ. അപ്പൊ അക്ബർ എതിർക്കുന്നുണ്ട്. ഇവരാകെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആര്യന്റെ മാംഗോ ജ്യൂസ് ബോട്ടിൽസ് ആണ്. 2 എണ്ണം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഷാനവാസിന്റെയും അനീഷിന്റെയും ജ്യൂസ് ഒട്ടുമിക്ക എല്ലാം തന്നെ ഇവര് റിജക്ട് ചെയ്ത് വിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. എപ്പിസോഡ് വരണം. എപ്പിസോഡ് വന്നാൽ ഇതിന്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. എന്നിട്ട് പിന്നെ അനീഷിന്റെയും ഷാനവാസിന്റെയും പെർഫോമൻസ് ആയിരുന്നു, അന്യായ പെർഫോമൻസ് ആയിരുന്നു. ഈ നാട്ടിലെ യുവജനങ്ങളൊക്കെ അന്യരാജ്യത്ത് പോയി അടിമപ്പണി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾ ഒരു കമ്പനി തുടങ്ങുന്നത്? ആ കമ്പനിയെ തകർക്കാനായിട്ട് വന്ന് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഷാനവാസ് കൂടി തകർത്ത് വാരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനിടയ്ക്ക് അനീഷ് ഷാനവാസും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അനീഷ് തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. ലിവിംഗ് റൂമിൽ വിളിച്ച് വരുത്തുമ്പോൾ അനീഷ് പിണങ്ങി മാറിയിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്. ഇന്നും ടാസ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാണ് കേട്ടോ തോന്നുന്നത്. ആര്യന്റെ ആ 2 എണ്ണം പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനീഷ് ആ ഒരു താണ്ഡവത്തിൽ ആര്യന്റെയും ജ്യൂസ് താഴെ ഇട്ട് ചവിട്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.